പ്രിയ സഹോദരങ്ങളെ, ഇന്നു നാം തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ഈ വിശുദ്ധ നോമ്പിൻ്റെ 17-ാം ദിവസത്തിലാണ് ദൈവകൃപയാൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരു മനോഹരവും ശക്തവുമായ ഒരു സന്ദേശമാണ് അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി ഇന്നു നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിപ്രകാരമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കേവലം ഒരു പാട്ടല്ല, ഇത് മനുഷ്യരാശിക്കുള്ള ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ സന്ദേശത്തിലെ ആദ്യം പറയുന്നത് മനുഷ്യരാശിക്ക് സമാധാനം നേരുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ടാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ സന്ദേശത്തിൽ. കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നിടത്താണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ക്രമം വരുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഒരു ക്രമം വരുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നിടത്തു നിന്നാണ് അതിൻ്റെ തുടക്കം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയമായി മഹത്വം അന്വേഷിക്കുന്നിടത്ത് സമാധാനം ഒരിക്കലും നിലനിൽക്കുകയില്ല. അത് ഭൗതികമായ ജീവിതത്തിലായാലും ആത്മീക മണ്ഡലത്തിലായാലും. ഭൂമിയിൽ സമാധാനം, അതാണ് ഇന്ന് ലോകം മുഴുവനും അന്വേഷിക്കുന്നതും മനുഷ്യരാശി മുഴുവനും തേടി അലയുന്നതും അതാണ്. ഭൂമിയിൽ മനുഷ്യർക്കു വേണ്ടിയുള്ള സമാധാനം, സമാധാനമില്ലാതെ അലയുന്ന ഒരു ലോകം. ലോകം പറയുന്ന സമാധാനം പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ ജീവിതം ശരിയാകും, സമാധാനമുണ്ടാകുമെന്നാണ്. പക്ഷേ അതൊരു താൽക്കാലിക സമാധാനം മാത്രമാണ്. എന്നാൽ ദൈവദൂതന്മാർ പ്രഖ്യാപിച്ച സമാധാനം പരിസ്ഥിതിയെ ആശ്രയിച്ചിട്ടുള്ളതല്ല. അത് ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിന്ന് വരുന്ന നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഈ വാക്യത്തിലെ ഒരു പ്രധാന വ്യവസ്ഥയുണ്ട്. സന്മനസ്സുള്ളവർക്ക് എന്നതാണത്. നല്ല മനസ്സുള്ളവർക്ക് മാത്രം, അതെല്ലാവർക്കുമുള്ളതല്ല. ദൈവത്തോട് മനസ്സു തുറക്കുന്നവർക്ക് മാത്രമാണ് അത്. സന്മനസ്സെന്നാൽ വിനയം, കീഴടങ്ങൽ, ക്ഷമ, ഒരു അനുസരണ മനോഭാവം, ഇവയെല്ലാം ഒത്തിണങ്ങിയ മനസ്സുകളിലാണ് ക്രിസ്തു ജനിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. നമുക്കറിവുള്ളതാണല്ലോ, ക്രിസ്തു ജനിച്ചത് ഒരു മാളികയിലല്ല, ഒരു രാജമന്ദിരത്തിലുമല്ല, ഒരു കാലിത്തൊഴുത്തിലാണ്. കാരണം അവിടെ സമാധാനമുണ്ടായിരുന്നു. ഈർഷ്യ, പിണക്കം, അഹങ്കാരം, ഈ വക കാര്യങ്ങൾക്കൊന്നും യാതൊന്നും തന്നെ അവിടെ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഞാനെന്ന മനോഭാവം അവിടെ ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തു നമ്മോട് ചോദിക്കുന്നു, നിന്റെ ഹൃദയം ഇന്ന് എനിക്കായി ഒരു തൊഴുത്തായി നീ തുറന്നു നൽകുവാൻ കഴിയുമോ? അവിടെ അവൻ വരുമ്പോൾ, ജനിക്കുമ്പോൾ, സമാധാനം അവനോടൊപ്പം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും, നിങ്ങളിലുണ്ടാകും. അങ്ങനെ ആ സമാധാനം വരും. ഇന്നത്തെ ഈ നോമ്പ് ദിവസത്തിൽ 17-ാം ദിവസമായി നാം ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക, ആലോചിച്ചു നോക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് സ്ഥലമുണ്ടോ? ഞാൻ സമാധാനത്തോടെയാണോ ജീവിക്കുന്നത്? ഈ വിശുദ്ധമായ നോമ്പ്, തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്ന നോമ്പ്, കേവലം ഒരു ശരീരം മാത്രം നിയന്ത്രിക്കുവാനുള്ള കാലമല്ല, അത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ കാലം കൂടിയാണ്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ
ഈ വാക്യം സാക്ഷാത്കരിക്കപ്പെടട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവത്തിനു മഹത്വം കൊടുക്കൂ. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. അങ്ങനെയെങ്കിൽ ആ സമാധാനം നിങ്ങളെ തേടി വരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.